നമുക്കിന്ന് ചോറിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഉള്ളി സാമ്പാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഉള്ളി സാമ്പാർ. ഉള്ളി സാമ്പാർ തയ്യാറാക്കാൻ ആദ്യം തന്നെ പരിപ്പ് വേവിക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് തുവരപ്പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് എന്ന് പറയുന്നത് 125 ml കപ്പാണ്. പരിപ്പിൻ്റെ കൂടെ ചെറിയ പീസ് കായം, 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഇതെല്ലാം ഒഴിച്ച് കുക്കർ അടച്ച് പരിപ്പ് വേവിക്കണം. പരിപ്പ് വെന്തു വരുന്ന സമയം കൊണ്ട് ഉള്ളി വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഒരു കടായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച ചെറിയുള്ളി കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷം 250 ഗ്രാം ചെറിയുള്ളിയുണ്ട്. ഇനി 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഉള്ളി വഴറ്റിയെടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഉള്ളി വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഞാനിവിടെ ഉള്ളി 2 കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന സാമ്പാർ പൊടിയോ കടയിൽ നിന്നുള്ള സാമ്പാർ പൊടിയോ ചേർക്കാം. ഞാനിവിടെ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നന്നായി ഇളക്കി പൊടികളുടെ പച്ചമണം മാറിയാൽ ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി വെന്ത് ഉടഞ്ഞു വരണം. അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് തക്കാളി വേവിക്കണം. ഇപ്പോൾ തക്കാളി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. പുളിവെള്ളം ഒഴിച്ച് 1 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ച പരിപ്പ് കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 മിനിറ്റ് തിളപ്പിക്കണം. വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉള്ളി സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവസാനമായി 1 ടീസ്പൂൺ ശർക്കര ചീകിയത് ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിൽ സ്റ്റവ് ഓഫ് ചെയ്യണം. തണുക്കുമ്പോൾ സാമ്പാർ കുറുകി വരും. ഇനി നമുക്ക് സാമ്പാറിലേക്ക് കടുക് വറുത്തിടാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവയും 3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് എല്ലാം മൂത്ത് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഉള്ളി സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കണം. ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്